ഹംപിയിൽ വിദേശ വനിതയടക്കം 2 സ്ത്രീകൾ കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പ്രദേശവാസികളായ യുവാക്കളാണ് അറസ്റ്റിലായത്. യുവതികൾക്കൊപ്പമുണ്ടായിരുന്ന ഒഡീഷ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ തുംഗഭദ്ര കനാലിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ഹംപിയിൽ വ്യാഴാഴ്ച രാത്രിയാണ് 27-കാരിയായ ഇസ്രായേൽ പൗരയും ഹോം സ്റ്റേ ഉടമസ്ഥയായ യുവതിയും കൂട്ടബലാത്സംഗത്തിനിരയായത്. വിനോദസഞ്ചാരികളുടെ സംഘത്തിലുണ്ടായിരുന്ന 3 പുരുഷന്മാരെ അടിച്ച് കനാലിലിട്ട ശേഷമാണ് 3-അംഗ സംഘം സ്ത്രീകളെ ആക്രമിച്ചത്. ഇതിൽ 26-കാരനായ ഒഡീഷ സ്വദേശി ബിബാഷിന്റെ മൃതദേഹം ഇന്ന് രാവിലെ തുംഗഭദ്ര കനാലിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തു. അമേരിക്കൻ പൗരനായ ഡാനിയേൽ, മഹാരാഷ്ട്ര സ്വദേശിയായ പങ്കജ് എന്നീ മറ്റ് 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. കന്നഡയും തെലുഗുവുമാണ് അക്രമികൾ സംസാരിച്ചതെന്ന് ചികിത്സയിൽ കഴിയുന്ന അതിജീവിതർ മൊഴി നൽകിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗംഗാവതി സിറ്റി സ്വദേശികളായ മല്ലേഷ്, സായി ചേതൻ എന്നീ 2 യുവാക്കൾ പിടിയിലായത്. ശനിയാഴ്ച ഉച്ചയോടെ ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയതായി കൊപ്പൽ പോലീസ് അറിയിച്ചു. ബലാത്സംഗം, കൊലപാതകം, കവർച്ച, കൊലപാതക ശ്രമം എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. Based on the information we have arrested 2 persons today. One of the person is Handi Malesha alias Andu Handi Malya. Another person is Chetan Sai. Both of them belong to Sai Nagar of Gangavati. We have to arrest one more person. They have given his name also. Very soon we will be arresting the other person. തുംഗഭദ്രയിലെ കനാൽ തീരത്ത് റിസോർട്ടിലെ താമസക്കാരായിരുന്ന വിനോദസഞ്ചാരികൾ രാത്രി കനാൽ തീരത്ത് വിശ്രമിക്കുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. ബൈക്കിലെത്തിയ അക്രമി സംഘം സഞ്ചാരികളുടെ പെട്രോൾ ചോദിക്കുകയും 100 രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. പണം നൽകാത്തതിനെ തുടർന്ന് സഞ്ചാരികളെ ആക്രമിച്ച യുവാക്കൾ മൊബൈൽ ഫോണുകളും 9500 രൂപയും സ്ഥലത്തുനിന്ന് മോഷ്ടിച്ചാണ് കടന്നത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.